ഈ വീഡിയോയിൽ ഹിന്ദിയിലെ കൈസെ നമ്മൾ എപ്പോഴാണ് എങ്ങനെ ചേർത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഒരു കാര്യം ചെയ്തത് എങ്ങനെയാണെന്നറിയാൻ, അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിച്ചത് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി നാം എങ്ങനെ ചേർത്ത് ചോദിക്കുന്നു. ഇതിന് തുല്യമായി ഹിന്ദിയിൽ കൈസെ ചേർത്ത് ചോദിക്കാം. എങ്ങനെ നടന്നു? കൈസെ ഹുവ, എങ്ങനെ സംഭവിച്ചു? അപ്പോൾ എങ്ങനെ ചെയ്തു, എങ്ങനെ നടന്നു? കൈസെ കിയ, കൈസെ ഹുവ. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സംഭവം എങ്ങനെ നടന്നു, നടക്കുന്നു, നടക്കും എന്നെല്ലാം ചോദിച്ചറിയാൻ വേണ്ടി കൈസെ ഉപയോഗിക്കാം. കൈസെ ഹുവ, കൈസെ ഹോത്ത, കൈസെ ഹോഗ. എങ്ങനെ സംഭവിച്ചു, എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കും. കൈസെ കിയ, എങ്ങനെ ചെയ്തു. കൈസെ കർത്ത, എങ്ങനെ ചെയ്യുന്നു. കൈസെ കരേഗ, എങ്ങനെ ചെയ്യും. ഈ രണ്ട് രീതികൾക്കും നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. അസാധാരണമായ ഒരു കാര്യം ചെയ്ത ഒരാളോട് തും കൈസെ കിയ, ഇതെങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ എന്തെങ്കിലും അസാധാരണമായ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഈ കൈസെ ഹുവ, ഇതെങ്ങനെ സംഭവിച്ചു. എങ്ങനെ ചെയ്തു, ചെയ്തതിൻ്റെ രീതി, വിധമാണ് ചോദിച്ചത്. അതുപോലെ എങ്ങനെ സംഭവിച്ചു, നടന്നതിൻ്റെ രീതി, നടന്നത് ഏത് വിധത്തിലാണ് എന്ന്. കൈസെ, എങ്ങനെ. കൈസെ ഹുവ, എങ്ങനെ സംഭവിച്ചു. കൈസെ കിയ, എങ്ങനെ ചെയ്തു. ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ, നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ രീതി, വിധം ചോദിച്ചറിയാൻ വേണ്ടി കൈസെ ചേർത്ത് ചോദിക്കാം. എങ്ങനെ സംഭവിച്ചു. കൈസെ ഹുവ, സംഭവിച്ചതെങ്ങനെ. ഹുവ കൈസെ. ഇനിയും ചോദിക്കാത്തപ്പോൾ ഒരാൾക്ക് സ്വയമായി ഈ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? രാത്രിയിൽ പാല് കാച്ചിയിട്ട് ഉറങ്ങി, രാവിലെ നോക്കിയപ്പോൾ പാലില്ല. അപ്പോൾ ഒരു ചോദ്യം, ഇത് എങ്ങനെ സംഭവിച്ചു. അപ്പോൾ കൈസെ കിയ, കൈസെ ഹുവ, ഈ ചോദ്യം ചിലപ്പോൾ മനസ്സിലായിരിക്കാം. അപ്പോൾ കൈസെ ഹുവ, കൈസെ കിയ, ഇത് ചോദിക്കാത്തപ്പോഴും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പറയേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. എന്നാൽ കൈസെ എന്ന വാക്ക് കൂടുതലായും ചോദിക്കുവാൻ വേണ്ടി, ചോദിച്ച കാരണം അറിയാൻ വേണ്ടി, സംഭവിച്ചതെങ്ങനെ അല്ലെങ്കിൽ ചെയ്തതെങ്ങനെ എന്നറിയാൻ വേണ്ടി ചോദ്യമായിട്ട് കൂടുതൽ ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൈസെ ചിലപ്പോൾ നാം ചിന്തിക്കുകയോ പറയുകയോ കൂടി ചെയ്യുന്നു. അടുത്തതായി ഈ വാക്ക് മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളെ കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. തും കൈസെ ഹോ, നിങ്ങളെങ്ങനെയാണ്, എന്തുണ്ട്, സുഖമാണോ എന്ന അർത്ഥത്തിൽ. അല്ലെങ്കിൽ വേ കൈസെ ഹെ, അവർ എങ്ങനെയാണ്, അവർക്കെങ്ങനെയാണ്, അവർ സുഖം തന്നെയല്ലേ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കൈസെ ചോദിക്കാം. ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്, ദിനോഗ നെയ്മില്ല, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു. തും കൈസെ ഹോ. ഇതുപോലെ ആരെങ്കിലും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചറിയാനും കൈസെ ഉപയോഗിക്കാം. ഇധർ സെ ഉധർ തക്, ഇവിടെ നിന്ന് അവിടെ വരെ എങ്ങനെ പോകുന്നു. കൈസെ ജാത്ത. തും യഹാ സെ വഹാ തക് കൈസെ ജാത്ത, നിങ്ങൾ ഇവിടെ നിന്ന് അവിടെ വരെ എങ്ങനെ പോകുന്നു. നടന്നാണോ വണ്ടിക്കാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പോകുന്നത് അത് പറയുമല്ലോ. എങ്ങനെ പോകുന്നു. കൈസെ ജാത്ത, എങ്ങനെ പോയി. കൈസെ ഗയ, എങ്ങനെ പോകും. കൈസെ ജായേഗ, എങ്ങനെ പോയി. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു രീതിയുണ്ട്. അപ്പോൾ എങ്ങനെ പോയെന്ന് അറിയണോ. പത്താ ഹെ കൈസെ ഗയ, അറിയണോ എങ്ങനെ പോയി. പൈദൽ ഗയ, നടന്നു പോയെങ്കിൽ. വണ്ടിക്ക് പോയെങ്കിൽ ഗാഡി സെ ഗയ. അപ്പോൾ അറിയണോ എങ്ങനെ പോയി. ഞാൻ വണ്ടിക്ക് പോയി. കൈസെ ഗയ, ഞാൻ ഗാഡി സെ ഗയ. ചിലരുടെ ഒരു രീതി ഉണ്ടല്ലോ, അവർ കാരണം ചോദിച്ചില്ലെങ്കിൽ സ്വയമായിട്ട് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ
നിങ്ങൾക്കറിയാമോ ഞാൻ എങ്ങനെയാ പോയത് എന്ന് അവർ പറയും. അപ്പോൾ കൈസ ചേർത്ത് പറയും, ചോദിക്കാതെ തന്നെ. അങ്ങനെ ഒരു രീതി ഉണ്ട് കൈസയ്ക്ക്. നമ്മൾ മനസ്സിൽ ചിലപ്പോൾ ചിന്തിക്കില്ലേ, എങ്ങനെ സംഭവിച്ചു, കൈസ ഹൂവ. അതുപോലെ എങ്ങനെ പോയെന്ന് അറിയാൻ വേണ്ടി പറയും സ്വയമായും. ഇനിയും വേറൊരു രീതിയിൽ ചിലർ അവരുടെ കൂട്ടുകാരോടൊക്കെ ഈ കല്യാണം കഴിയുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ചൽ രഹാ ഹേ ചേർത്ത് ചോദിക്കും. കൈസെ ചൽ രഹാ ഹേ, എങ്ങനെ പോകുന്നു, സന്തോഷമാണോ, സുഖമാണോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കും. ഇനി നമുക്ക് ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടി, അത് ഉപയോഗിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കും, ഇതെങ്ങനെ തുറക്കും, അല്ലെങ്കിൽ ഇതെങ്ങനെ പ്ലേ ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അത് കൈസ ചേർത്ത് ചോദിക്കാം. ഈ കതക് എങ്ങനെ തുറക്കും, ഇസ് ദർവാജ കൈസെ ഖോലേഗ, യഹ് ദർവാജ കൈസെ ഖോലേഗ, ഈ കതവ് എങ്ങനെ തുറക്കും. അപ്പോൾ അറിയാൻ പാടില്ലാത്ത, അറിയാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ഒരു പണി, ഒരു കാര്യം ചോദിച്ചിട്ട് ചെയ്യാൻ വേണ്ടി കൈസെ ഉപയോഗിക്കാം. കൈസെ കർത്ത, എങ്ങനെ ചെയ്യുന്നു, കൈസെ കിയ, നീ അതെങ്ങനെ ചെയ്തു, ആ കൈസെ കിയ യേ കാം ആപ് കൈസെ കിയ, ഈ ജോലി നിങ്ങൾ എങ്ങനെ ചെയ്തു, യേ കാം മേ നഹീ കർ സക്ത, അല്ലെങ്കിൽ ഇസ്ക ഉപയോഗ കൈസെ കർണ ഹെ, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന്. ഉപയോഗിക്കാൻ ഏതെങ്കിലും ഒരു സാധനം കിട്ടി, ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കണം, ഇസ്ക ഉപയോഗ കൈസെ കർണ ഹെ, അപ്പോഴും കൈസെ ഉപയോഗിക്കാം. അപ്പോൾ കൈസെ എങ്ങനെ ഉപയോഗിക്കാം, നടക്കുന്നതോ നടന്നതോ നടക്കാൻ പോകുന്നതോ ആയ ഒരു കാര്യമോ സംഭവം ആയിരിക്കാം. അതെങ്ങനെ നടന്നു, നടക്കുന്നു, അല്ലെങ്കിൽ നടക്കും, എങ്ങനെ സംഭവിച്ചു, സംഭവിക്കുന്നു, സംഭവിക്കും എന്നുള്ളത് ചോദിച്ചറിയാൻ വേണ്ടി നമുക്ക് ഹിന്ദിയിലെ കൈസെ ഉപയോഗിക്കാം. കൈസെ കിയ, എങ്ങനെ ചെയ്തു, കൈസെ ഹുവ, എങ്ങനെ സംഭവിച്ചു, അത് എങ്ങനെ സംഭവിച്ചു, വ കൈസെ ഹുവ, വ കൈസെ കിയ, അതെങ്ങനെ ചെയ്തു. അപ്പോൾ കൈസെ കിയ എങ്ങനെ ചെയ്തു, കൈസെ കർത്ത എങ്ങനെ ചെയ്യുന്നു, കൈസെ കരേഗ എങ്ങനെ ചെയ്യും, കൈസെ ഹുവ എങ്ങനെ സംഭവിച്ചു, കൈസെ ഹോത്ത എങ്ങനെ സംഭവിക്കുന്നു, കൈസെ ഹോഗ എങ്ങനെ സംഭവിക്കും. ഇങ്ങനെ അറിയാത്ത ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഈ കഥ എങ്ങനെ തുറക്കും, ഈ ദർവാജ കൈസെ കോലേഗ, ഒരു ജോലി ചെയ്യാൻ അറിയാത്തപ്പോൾ ഏ കാം കൈസെ കരേഗ, ആരുടെയെങ്കിലും സുഖവിവരങ്ങൾ ചോദിച്ചറിയാൻ തുമാരാ ദോസ്ത് കൈസെ ഹേ, നിങ്ങളുടെ കൂട്ടുകാരൻ എങ്ങനെയിരിക്കുന്നു, തും കൈസെ ഹേ, നിങ്ങൾ എങ്ങനെയിരിക്കുന്നു. ഇങ്ങനെ ഹിന്ദിയിലെ കൈസെ ചേർത്ത് പല വിധത്തിൽ നമുക്ക് ചോദിക്കാം.